ഹലോ ഫ്രണ്ട്സ്, ഏവർക്കും വിൻസ്പയറിൻ്റെ SCRT ക്ലാസ്സിലേക്ക് സ്വാഗതം. നമ്മൾ ഇതിനകം തന്നെ ഇന്ത്യ കേരള ചരിത്രങ്ങളുടെ SCRT പാഠഭാഗങ്ങൾ പൂർണ്ണമായിട്ടും ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. അത് കാണാത്തവർക്കായി അതിൻ്റെ ലിങ്ക് ഞാൻ കമൻറ്റ് ബോക്സിൽ പിൻ ചെയ്തിട്ടുണ്ട്, അതുകൂടി കാണുക. ഇന്ന് നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത് ലോക ചരിത്രമാണ്. അപ്പോൾ ലോക ചരിത്രം SCRT സീരീസിൻ്റെ ഒന്നാമത്തെ ക്ലാസ്സാണിത്. നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. 7ാം ക്ലാസ്സിലെ ഒന്നാമത്തെ പാഠം യൂറോപ്പ് പരിവർത്തന പാതയിൽ. ഇതാണ് നമ്മുടെ പാഠത്തിൻ്റെ പേര്. അപ്പോൾ യൂറോപ്പുമായി ബന്ധപ്പെട്ട ചരിത്ര ഭാഗമാണ് നമ്മൾ ചർച്ച ചെയ്യാൻ വേണ്ടി പോകുന്നത്. ഇവിടെ ഹഗിയ സോഫിയ എന്ന ഒരു ആരാധനാലയം നമുക്ക് കാണാം. നമുക്ക് നോക്കാം. ചിത്രത്തിൽ കാണുന്ന ഹഗിയ സോഫിയ ലോകത്തിലെ ചരിത്ര സ്മാരകങ്ങളിലൊന്നാണ്. ഈ സ്മാരകം AD 6ാം നൂറ്റാണ്ടിലാണ് പണി കഴിപ്പിച്ചത്. ഇന്ന് തുർക്കിയിൽ ഒരു ചരിത്ര മ്യൂസിയമായി ഇത് നിലനിർത്തിയിരിക്കുന്നു. മനോഹരമായ വാസ്തുവിദ്യയുടെ ഉത്തമ മാതൃകയായ ഹഗിയ സോഫിയയെ പോലുള്ള നിരവധി ചരിത്ര ശേഷിപ്പുകൾ കോൺസ്റ്റാന്റിനോപ്പിളിലുണ്ട്. ഇത്തരം ചരിത്ര സ്മാരകങ്ങൾ നിലനിന്നിരുന്ന കോൺസ്റ്റാന്റിനോപ്പിളിന് ലോക ചരിത്രത്തിലുള്ള പ്രാധാന്യത്തെപ്പറ്റി നിങ്ങൾക്കറിയാമോ? നമ്മൾ കോൺസ്റ്റാന്റിനോപ്പിൾ എന്ന ചരിത്ര പ്രസിദ്ധമായ സ്ഥലത്തേക്ക് പോവുകയാണ്. നമുക്ക് ചരിത്രത്തിലേക്ക് വരാം. പല ആളുകളും ലോക ചരിത്രം അത്ര കണ്ട് രസകരമായിട്ട് കാണാത്തവരായിരിക്കും. അപ്പോൾ നിങ്ങൾ റാങ്ക് ഫയൽ വായിച്ച് പഠിക്കുന്നതിൻ്റെ ഒരു പോരായ്മയാണ്. SCRT പാഠഭാഗത്തിലൂടെ പോകുന്ന സമയത്ത് ചരിത്രം ആ ക്രമത്തിൽ പഠിക്കുമ്പോൾ നമുക്ക് പല കാര്യങ്ങളും കുറച്ചുകൂടി താല്പര്യത്തോടെ പഠിക്കാൻ കഴിയും. ഇന്ത്യ കേരള ചരിത്രങ്ങൾ പഠിച്ചപ്പോൾ, പ്രത്യേകിച്ച് ഇന്ത്യ ചരിത്രം പഠിച്ചപ്പോൾ നിങ്ങൾക്ക് ബോധ്യപ്പെട്ടിട്ടുണ്ടാവും. അപ്പോൾ ഇന്ത്യ ചരിത്രത്തെക്കാൾ കുറച്ചുകൂടി നമുക്ക് രസകരമായിട്ട് തോന്നുന്നത് ലോക ചരിത്രമാണ്. നമുക്ക് ലോക ചരിത്രത്തിലേക്ക് വരാം. ഇവിടെ ഒരു ഭൂപടം തന്നിട്ടുണ്ട്. ഈ ഭാഗത്ത് യൂറോപ്പ് അടയാളപ്പെടുത്തിയിട്ടുണ്ട്. ദെൻ ഇവിടെ കരിങ്കടൽ, ഏഷ്യ. അപ്പോൾ യൂറോപ്പിൻ്റെ ഈ ഭാഗത്തായിട്ടാണ് കോൺസ്റ്റാന്റിനോപ്പിൾ എന്ന പ്രദേശമുള്ളത്. ദെൻ ഇവിടെ നിങ്ങൾക്ക് മെഡിറ്ററേനിയൻ കടലും കാണാൻ കഴിയും. ഭൂപടത്തിൽ കോൺസ്റ്റാന്റിനോപ്പിളിൻ്റെ സ്ഥാനം ശ്രദ്ധിക്കൂ. കിഴക്കൻ റോമ സാമ്രാജ്യത്തിൻ്റെ തലസ്ഥാനമായിരുന്ന കോൺസ്റ്റാന്റിനോപ്പിളിന് ഇപ്പോൾ അറിയപ്പെടുന്നത് ഇസ്താംബുൾ എന്നാണ്. ലോക ചരിത്രത്തിൽ സുപ്രധാനമായ സ്ഥാനമാണ് ഉണ്ടായിരുന്നത്. കോൺസ്റ്റാന്റിനോപ്പിൾ ഏതിൻ്റെ തലസ്ഥാനമായിരുന്നു? കിഴക്കൻ റോമ സാമ്രാജ്യത്തിൻ്റെ തലസ്ഥാനം. കിഴക്കൻ റോമ സാമ്രാജ്യത്തിൻ്റെ തലസ്ഥാനമായിരുന്നു കോൺസ്റ്റാന്റിനോപ്പിൾ. ഇപ്പോൾ അത് ഏത് പേരിൽ അറിയപ്പെടുന്നു, അല്ലെങ്കിൽ ഇപ്പോൾ അത് ഏത് ഭാഗത്താണ്? ഇസ്താംബുളിലാണ്. അപ്പോൾ എന്തൊക്കെയാണ് കോൺസ്റ്റാന്റിനോപ്പിളിൻ്റെ സവിശേഷത? അത് വിജ്ഞാനത്തിൻ്റെ കേന്ദ്രമായിരുന്നു. പണ്ഡിതന്മാരുടെയും അമൂല്യ ഗ്രന്ഥങ്ങളുടെയും കേന്ദ്രമായിരുന്നു. പണ്ഡിതന്മാരും അമൂല്യ ഗ്രന്ഥങ്ങളും ഉണ്ട് എങ്കിൽ ഉറപ്പായിട്ടും അത് വിജ്ഞാനത്തിൻ്റെ കേന്ദ്രമാണല്ലോ. ദെൻ ഏഷ്യൻ രാജ്യങ്ങളിൽ നിന്ന് യൂറോപ്യൻ രാജ്യങ്ങളിലേക്കുള്ള പ്രധാന പ്രവേശന കവാടം. ഏഷ്യൻ രാജ്യങ്ങളിൽ നിന്നും യൂറോപ്യൻ രാജ്യങ്ങളിലേക്കുള്ള പ്രധാന പ്രവേശന കവാടം. അപ്പോൾ ഈ ചിത്രത്തിൽ നിങ്ങൾക്ക് കാണാൻ കഴിയും, യൂറോപ്പിൽ നിന്നും കോൺസ്റ്റാന്റിനോപ്പിൾ വഴി നമുക്ക് നേരിട്ട് ഏഷ്യയിലേക്ക് പ്രവേശിക്കാൻ കഴിയും. അപ്പോൾ ഈ ഒരു പാത ഇവിടെ ബ്ലോക്ക് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ യൂറോപ്യർക്ക് ഏഷ്യയിലേക്ക് വരണമെങ്കിൽ കറങ്ങി വരേണ്ടി വരും, അല്ലേ? കറങ്ങിയൊക്കെ വരേണ്ടി വരും. അങ്ങനെ കറങ്ങി വന്നവരാണ് പോർച്ചുഗീസുകാരും മറ്റ് യൂറോപ്യന്മാരും. അതിനെക്കുറിച്ച് നമ്മൾ ഇന്ത്യ ചരിത്രത്തിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതിൻ്റെ വിശദീകരണം നമ്മളിവിടെയും പറയും. 1453 തുർക്കികൾ കോൺസ്റ്റാന്റിനോപ്പിൾ കീഴടക്കി. അപ്പോൾ തുർക്കികളാണ് കോൺസ്റ്റാന്റിനോപ്പിൾ കീഴടക്കിയത്. അതോടെ നൂറ്റാണ്ടുകളായി നിലനിന്നിരുന്ന കിഴക്കൻ റോമ സാമ്രാജ്യം തകർന്നു. കിഴക്കൻ റോമ സാമ്രാജ്യം തകരാനുള്ള കാരണം തുർക്കികൾ കോൺസ്റ്റാന്റിനോപ്പിൾ 1453 കീഴടക്കിയത് കൊണ്ടാണ്. അവിടെ കേന്ദ്രീകരിച്ചിരുന്ന പണ്ഡിതന്മാരും കലാകാരന്മാരും സാഹിത്യകാരന്മാരും ഉൾപ്പെടെയുള്ള നിരവധി ആളുകൾ തൊട്ടടുത്ത പ്രദേശങ്ങളിലേക്ക് പലായനം ചെയ്തു. അവരിൽ വലിയൊരു വിഭാഗം ഇറ്റാലിയൻ നഗരങ്ങളിലാണ് എത്തിച്ചേർന്നത്. അപ്പോൾ അധികം ആളുകളും എവിടെയാണ് പോയത്?
ഇറ്റാലിയൻ നഗരത്തിൽ. അപ്പോൾ എന്തായിരിക്കാം അവർ ഇറ്റാലിയൻ നഗരത്തിലേക്ക് പോയത്? അതിൻ്റെ കാരണം പുരാതന ഗ്രീക്കോ റോമൻ സംസ്കാരത്തിൻ്റെ പൈതൃകം പേറുന്ന രാജ്യമായിരുന്നു ഇറ്റലി. പ്രസ്താവനയിൽ വരാൻ പറ്റിയ 3 പോയിന്റുകൾ കണ്ടില്ലേ? 3 പോയിന്റുകൾ. ഓപ്ഷൻസിന് വേറെ എവിടെയും പോകണ്ട, ഇത് കോപ്പി പേസ്റ്റ് ചെയ്തങ്ങ് ഇട്ടാൽ ഓപ്ഷൻസായി. അപ്പോൾ ശ്രദ്ധിക്കുക, ഇറ്റലിയിലേക്ക് പോകാനുള്ള കാരണം പുരാതന ഗ്രീക്കോ റോമൻ സംസ്കാരത്തിൻ്റെ പൈതൃകം പേറുന്ന രാജ്യമായിരുന്നു ഇറ്റലി. പുരാതന ഗ്രീക്കോ റോമൻ. ഇറ്റലിയിലെ സമ്പന്നരായ വ്യാപാരികൾ കല, സാഹിത്യം, സംസ്കാരം എന്നിവ പ്രോത്സാഹിപ്പിച്ചു. അപ്പോൾ ഇറ്റലിയിൽ ധാരാളം സമ്പന്നരായ വ്യാപാരികൾ ഉണ്ടായിരുന്നു. അപ്പോൾ നമ്മുടെ കോൺസ്റ്റാന്റിനോപ്പിളിലുള്ള ആളുകൾ അവർ നല്ല അറിവുള്ള ആളുകളാണ് അല്ലേ? അതുകൊണ്ട് തന്നെ അവരുടെ കല, സാഹിത്യം, സംസ്കാരം എന്നിവയെ ഇറ്റലിയിലെ സമ്പന്നരായ വ്യാപാരികൾ പ്രോത്സാഹിപ്പിക്കുമെന്ന് അവർ പ്രതീക്ഷിച്ചു. ചരിത്ര പൈതൃകങ്ങൾ സംരക്ഷിക്കുന്നതിൽ ഈ സമ്പന്ന വ്യാപാരികൾ തൽപരരായിരുന്നു. അപ്പോൾ ചരിത്ര ശേഷിപ്പുകളെ സംരക്ഷിപ്പിക്കുന്നതിലും അവർക്ക് നല്ല താല്പര്യമായിരുന്നു. അപ്പോൾ ഇതെല്ലാം കൊണ്ട് തങ്ങൾക്ക് ഏറ്റവും സുരക്ഷിതമായിട്ടുള്ള സ്ഥലം ഇറ്റലിയാണ് എന്ന് മനസ്സിലാക്കിക്കൊണ്ടാണ് കോൺസ്റ്റാന്റിനോപ്പിളിലുള്ള ആളുകൾ ഇറ്റലിയിലേക്ക് പോയത്. ഇത്തരം സവിശേഷതകളുള്ള ഇറ്റലിയിൽ എത്തിച്ചേർന്ന പണ്ഡിതന്മാർക്ക് കൂടുതൽ ചിന്തിക്കാനും പഠിക്കാനുമുള്ള അവസരങ്ങൾ ലഭിച്ചു. 13ാം നൂറ്റാണ്ടിൻ്റെ അവസാനത്തോടെ ഇറ്റലിയിൽ ആരംഭിച്ച നവോത്ഥാന പ്രക്രിയ കൂടുതൽ വളരുകയും വ്യാപിക്കുകയും ചെയ്തു. സോ 13ാം നൂറ്റാണ്ടിലാണ് ഇറ്റലിയിൽ നവോത്ഥാന പ്രക്രിയ കൂടുതൽ വളരുന്നത്. അപ്പോൾ എന്താണ് നവോത്ഥാനം എന്ന് നമുക്ക് നോക്കാം. നവോത്ഥാനം നമ്മൾ മലയാളത്തിൽ പഠിച്ചിട്ടുണ്ട്, കേരള ചരിത്രത്തിൽ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ എന്താണ് നവോത്ഥാനം എന്നുള്ളത് നമുക്ക് ആഗോളതലത്തിൽ ഒന്ന് നോക്കാം. മധ്യകാലഘട്ടത്തിൽ കല, സാഹിത്യം, ചരിത്രം എന്നിവ മതപരമായ ആശയങ്ങൾ കേന്ദ്രീകരിച്ചുള്ളതായിരുന്നു. അപ്പോൾ കലയും സാഹിത്യവും ചരിത്രവും എല്ലാം മതത്തെ കേന്ദ്രീകരിച്ചായിരുന്നു മധ്യകാലത്തിലുണ്ടായിരുന്നത്. യൂറോപ്പിലെ പണ്ഡിത ഭാഷകളായി കണക്കാക്കപ്പെട്ടിരുന്നത് ലാറ്റിൻ, ഗ്രീക്ക് എന്നിവയായിരുന്നു. അപ്പോൾ യൂറോപ്പിലെ പണ്ഡിത ഭാഷ ഏതായിരുന്നു? ലാറ്റിനും ഗ്രീക്കും. ഈ ഭാഷകളിലായിരുന്നു കൂടുതൽ രചനകൾ ഉണ്ടായിരുന്നത്. അത് സ്വാഭാവികമാണ് അല്ലേ? എന്നാൽ 19ാം നൂറ്റാണ്ടിൻ്റെ തുടക്കത്തോടെ ലാറ്റിൻ, ഗ്രീക്ക് എന്ന ഭാഷകൾക്ക് പകരം ഇംഗ്ലീഷ്, സ്പാനിഷ്, ഫ്രഞ്ച് തുടങ്ങിയ പ്രാദേശിക ഭാഷകളിൽ കൃതികൾ രചിക്കാൻ തുടങ്ങി. അപ്പോൾ 13ാം നൂറ്റാണ്ടിൻ്റെ തുടക്കത്തിലാണ് പ്രാദേശിക ഭാഷകളായ ഇംഗ്ലീഷ്, സ്പാനിഷ്, ഫ്രഞ്ച് എന്നീ ഭാഷകളിൽ കൃതികൾ വന്നു തുടങ്ങിയത്. സാധാരണ മനുഷ്യരുടെ ജീവിതമായിരുന്നു ഇത്തരം കൃതികളിലെ പ്രതിപാദ്യം. അപ്പോൾ സാധാരണ മനുഷ്യർ എഴുതുന്ന അവരുടെ ചുറ്റുപാടുകളെക്കുറിച്ച് പറയുന്ന രചനകളായിരുന്നു എന്നാണ് ഇതിൻ്റെ പ്രത്യേകത. അതോടെ മതപരമായ ആശയങ്ങൾക്ക് പകരം മനുഷ്യ ജീവിതത്തിന് പ്രാധാന്യം ലഭിക്കുന്ന തരത്തിൽ സാഹിത്യത്തിൻ്റെ ഉള്ളടക്കം മാറി. അപ്പോൾ അതുവരെ മതത്തിൻ്റെ കയ്യിലുണ്ടായിരുന്ന സാഹിത്യം മനുഷ്യ ജീവിതത്തിന് പ്രാധാന്യം നൽകുന്ന രീതിയിലേക്ക് മാറി. സമാനമായ മാറ്റങ്ങൾ ചിത്രകല, ശില്പവിദ്യ തുടങ്ങിയ മേഖലകളിലും ഉണ്ടായി. ഇത്തരത്തിൽ മനുഷ്യ ജീവിതത്തിന് പ്രാമുഖ്യം കൊടുത്തുകൊണ്ടുള്ള കാഴ്ചപ്പാടിനെയാണ് മാനവികത എന്ന് പറയുന്നത്. അപ്പോൾ മനുഷ്യ ജീവിതത്തിന് പ്രാമുഖ്യം കൊടുത്തുകൊണ്ടുള്ള കാഴ്ചപ്പാടിനെയാണ് മാനവികത എന്ന് പറയുന്നത്. പ്രപഞ്ചത്തെക്കുറിച്ചും ജീവിത സാഹചര്യങ്ങളെക്കുറിച്ചും വ്യത്യസ്തമായ രീതിയിൽ ചിന്തിക്കുവാൻ മാനവികത പ്രേരിപ്പിച്ചു. യുക്തിചിന്തയുടെയും അന്വേഷണത്വരയുടെയും വളർച്ചയാണ് ഇതിന് കാരണമായത്. അപ്പോൾ യുക്തിചിന്തയും അന്വേഷണത്വരയുമാണ് നമ്മുടെ മാനവികത ചിന്ത ഉയരാൻ സഹായിച്ചത്. മനുഷ്യ ജീവിതത്തിൻ്റെ നാനാമേഖലകളിലും പുത്തൻ ഉണർവാണ് ഇതിലൂടെ സൃഷ്ടിക്കപ്പെട്ടത്. ഇത്തരത്തിലുണ്ടായ ഉണർവാണ് നവോത്ഥാനം. അപ്പോൾ ഈ ഒരു തരത്തിലുള്ള മതത്തിൽ നിന്നും മനുഷ്യ ജീവിതത്തിന് പ്രാധാന്യം നൽകുന്നതിലേക്കുള്ള മാറ്റം, അതിലൂടെ മാനവികത വളർന്നു. ആ ഒരു ഉണർവിനാണ്, മനുഷ്യ ജീവിതത്തിൻ്റെ നാനാമേഖലകളിലും ഉണ്ടായ ഈ ഒരു മാറ്റം, ഈ ഒരു ഉണർവിനെയാണ് നവോത്ഥാനം എന്ന് പറയുന്നത്. മാനവികതയ്ക്ക് പ്രാധാന്യം നൽകിക്കൊണ്ടുള്ള ഈ ഒരു പുത്തൻ ഉണർവിനെയാണ് നമ്മൾ നവോത്ഥാനം എന്ന് പറയുന്നത്. അപ്പം നവോത്ഥാനം ഏതൊക്കെ മേഖലകളിലാണ് സ്വാധീനിച്ചതെന്ന് നമുക്ക് നോക്കാം. സാഹിത്യത്തിലെ നവോത്ഥാന സ്വാധീനമാണ് ആദ്യം നോക്കാൻ പോകുന്നത്. നവോത്ഥാന കാലത്തെ സാഹിത്യകാരന്മാരിൽ പ്രമുഖനായിരുന്നു പെട്രാർക്ക്. AD
1304 മുതൽ 1374. നോക്കിക്കോളൂ പെട്രാക്കിൻ്റെ ചിത്രം. ഇദ്ദേഹത്തെ നവോത്ഥാനത്തിൻ്റെ പിതാവ് എന്ന് വിളിക്കുന്നു. അപ്പോൾ നവോത്ഥാനത്തിൻ്റെ പിതാവ് എന്ന് നിരുപാധികം ചോദിച്ചാൽ അവിടുത്തെ ഉത്തരം പെട്രാർക്കാണ്. നവോത്ഥാനത്തിൻ്റെ പിതാവ് പെട്രാർക്ക്. പെട്രാർക്കിൻ്റെ ഏറ്റവും പ്രസിദ്ധമായ കൃതിയാണ് സീക്രട്ടം. അപ്പോൾ പെട്രാർക്കിൻ്റെ പ്രശസ്തമായിട്ടുള്ള കൃതിയാണ് സീക്രട്ടം. ആ കാലഘട്ടത്തിലെ സാഹിത്യകാരന്മാരിൽ ചിലരുടെ ചിത്രങ്ങൾ ചുവടെ കൊടുത്തിട്ടുണ്ട്. അവരുടെ രചനകളും താഴെ പറയുന്നുണ്ട്. അപ്പോൾ ഡാൻറ്റെ ഡിവൈൻ കോമഡി, ഡാൻറ്റയുടെ കൃതിയാണ് ഡിവൈൻ കോമഡി. ദെൻ ബൊക്കാച്ചിയോയുടെ കൃതിയാണ് ഡെക്കാമറൻ കഥകൾ. ദെൻ സെർവാൻറ്റീസ് എന്നൊക്കെ നമ്മൾ പറയും. സെർവാന്തയുടെ കൃതിയാണ് ഡോൺ കിസ്റ്റോ. ഇത് വളരെ രസകരമായിട്ടുള്ളൊരു കഥയാണ്. ദെൻ ഇറാസ്മസിൻ്റെ കൃതിയാണ് ഇൻ പ്രൈസ് ഓഫ് ഫോളി. അപ്പോൾ ഡിവൈൻ കോമഡി, ഡാൻറ്റെ, ഇതൊക്കെ ചോദിച്ചിട്ടുള്ളതാണ് കേട്ടോ. ബൊക്കാച്ചിയോ ഡെക്കാമറൻ കഥകൾ, സെർവാൻറ്റീസ് ഡോൺ കിസ്റ്റോ, ഇറാസ്മസ് ഇൻ പ്രൈസ് ഓഫ് ഫോളി. അപ്പോൾ ഇവിടെ ആ ഒരു സാഹിത്യകാരന്മാരുടെ പേര് തന്നിട്ടുണ്ട്. അവരുടെ പുസ്തകത്തിൻ്റെ പേര് മുകളിൽ കൊടുത്തത് ഇവിടെ അടുത്ത് എഴുതാനാണ്. അപ്പോൾ എപ്പോഴും തരുന്നത് പോലെ ഇത് നിങ്ങളുടെ കയ്യിലേക്ക് ഞാൻ തരികയാണ്. നിങ്ങളിത് എഴുതി പഠിക്കുക കേട്ടോ. ഇത് എഴുതി പഠിക്കുക. നമ്മൾ മുൻകഴിഞ്ഞ ഭാഗത്തത് പറഞ്ഞിട്ടുണ്ട്. ദെൻ നവോത്ഥാന കലകളിൽ ഏറ്റവും ശ്രദ്ധേയം ചിത്രകലയായിരുന്നു. അപ്പോൾ ചിത്രകലയാണ് നവോത്ഥാന കലകളിൽ ഏറ്റവും പ്രസിദ്ധമായത്. ലിയനാർഡോ ഡാവിഞ്ചി അറിയാത്ത ആരും ഇല്ല അല്ലേ? ഡാവിഞ്ചി ശ്രദ്ധേയനായ ചിത്രകാരനാണ്. മൊണാലിസ, അവസാനത്തെ അത്താഴം എന്നിവ അദ്ദേഹത്തിൻ്റെ പ്രശസ്തമായ ചിത്രങ്ങളാണ്. അപ്പോൾ ലാസ്റ്റ് സപ്പർ, മൊണാലിസ, ഇത് രണ്ടും അദ്ദേഹത്തിൻ്റെ പ്രശസ്തമായിട്ടുള്ള ചിത്രങ്ങളാണ്. ഇതാണ് മൊണാലിസ എന്ന പെയിൻറ്റിങ്. അപ്പോൾ നവോത്ഥാന കാലത്തെ പ്രസിദ്ധമായ ചിത്രമായിരുന്നു മൊണാലിസയുടെ നിഗൂഢമായ പുഞ്ചിരി പിൽക്കാലത്ത് നിരവധി ചർച്ചകൾക്കും സംവാദങ്ങൾക്കും വഴിതെളിച്ചു അല്ലേ? ഒരു സൈഡ് നോക്കിയാൽ ചിരിക്കുന്നതായിട്ടും ഒരു സൈഡിൽ നോക്കിയാൽ ദുഃഖിച്ചിരിക്കുന്നതായിട്ടും തോന്നിപ്പിക്കുന്ന ഒരു ചിത്രമാണിത്. ലിയനാർഡോ ഡാവിഞ്ചി എന്ന പ്രസിദ്ധനായ നവോത്ഥാന ചിത്രകാരൻ AD 1503 1505 ഇടയിലാണ് ഈ ചിത്രം വരച്ചത്. അപ്പോൾ കൃത്യമായിട്ടുള്ള കാലയളവ് പറയുന്നില്ല. 1503 1505 ഇടയിലാണ് ഈ ഒരു ചിത്രം വരച്ചിട്ടുള്ളത്. ഈ ചിത്രം നിലവിൽ പാരീസിലെ മ്യൂസിയത്തിൽ ഇതിൻ്റെ ഒറിജിനൽ സൂക്ഷിച്ചിട്ടുണ്ട്. ഇതാണ് അവസാനത്തെ അത്താഴം എന്ന ചിത്രം, യേശുക്രിസ്തുവിൻ്റെ അവസാനത്തെ അത്താഴം. ഇത് ലിയനാർഡോ ഡാവിഞ്ചിയാണ്. ഇനി മറ്റ് ചില ചിത്രകാരന്മാരും അവരുടെ ചിത്രങ്ങളും. മൈക്കൽ ആഞ്ചലോയുടെ ചിത്രമാണ് അന്ത്യവിധി അല്ലെ, ലാസ്റ്റ് ജഡ്ജ്മെൻറ്റ് അല്ലെങ്കിൽ ഫൈനൽ ജഡ്ജ്മെൻറ്റ് എന്നൊക്കെ നമുക്ക് പറയാം. അപ്പോൾ ഇത് നോക്കിയാൽ ഇത് അന്ത്യവിധിയാണ്, ഇത് അവസാനത്തെ അത്താഴമാണ് കേട്ടോ. ഇത് അവസാനത്തെ അത്താഴം, അന്ത്യവിധി, രണ്ടും മാറിപ്പോകരുത്. മൈക്കൽ ആഞ്ചലോ. ദെൻ റാഫേൽ, ഏതൻസിലെ വിദ്യാലയം. കണ്ടില്ലേ, കുട്ടികളൊക്കെ ഇരുന്ന് പഠിക്കുന്നത് കണ്ടില്ലേ, പണ്ഡിതന്മാരൊക്കെ ഇരിക്കുന്നുണ്ടല്ലേ. റാഫേൽ, ഏതൻസിലെ വിദ്യാലയം. ചിത്രകലയിൽ മാത്രമല്ല മറ്റു രംഗങ്ങളിലും വലിയ മുന്നേറ്റങ്ങളുണ്ടായി. ശില്പവിദ്യ, വാസ്തുവിദ്യ, സംഗീതം മുതലായ മേഖലകളിൽ ഉദാത്ത സൃഷ്ടികളുണ്ടായി. വാസ്തുവിദ്യയിലെയും ശില്പവിദ്യയിലെയും പ്രധാന കലാകാരന്മാരെയും അവരുടെ സൃഷ്ടികളെയും ചിത്രങ്ങളിൽ കണ്ടെത്താം. അപ്പോൾ വാസ്തുവിദ്യയും അതുപോലെ ശില്പവിദ്യയും. അപ്പോൾ വിദ്യ അറിയാമല്ലോ അല്ലേ, നമ്മുടെ കെട്ടിട നിർമ്മാണവുമായിട്ട് ബന്ധപ്പെട്ടതാണ് വാസ്തുവിദ്യ. ഇപ്പോൾ ലോറൻസോ ഗിബർട്ടി അദ്ദേഹം വാസ്തുവിദ്യയുമായി ബന്ധപ്പെട്ട ആളാണ്. ഫ്ലോറൻസിലെ ബാപ്റ്റിസ്റ്റ് പള്ളിയുടെ വാതിൽ ഇവിടെ വളരെ മനോഹരമായിട്ട് ചിത്രങ്ങൾ കൊത്തിവെച്ചിരിക്കുന്നത് കണ്ടില്ലേ. ഇത് ലോറൻസോ ഗിബർട്ടിയുടെ സംഭാവനയാണ്. ഫ്ലോറൻസിലെ ബാപ്റ്റിസ്റ്റ് പള്ളിയുടെ വാതിൽ. ദെൻ ഡൊണാറ്റലോ അദ്ദേഹം ഒരു ശില്പിയാണ്. അദ്ദേഹം കൊണ്ടുവന്ന ശില്പമാണ്, അദ്ദേഹം നിർമ്മിച്ച ശില്പമാണ് ഗട്ടാമെലീഞ്ഞ. അപ്പോൾ ഇതൊക്കെ നന്നായിട്ട് പഠിച്ചു വെച്ചേക്കുക. കണ്ടോ, തൊട്ടടുത്ത്
പട്ടിക തന്നിട്ടുണ്ട്. ഇങ്ങനെ പട്ടിക തന്നാൽ ഇതിൻ്റെ അർത്ഥം നമുക്ക് PSCയിൽ മാച്ച് ദ ഫോളോയിങ് ആയിട്ട് ചോദിക്കാൻ വളരെ സുഖമാണ്. അപ്പം അത് ഫില്ല് ചെയ്ത് നിങ്ങളുടെ നോട്ടിൽ സൂക്ഷിക്കുക. സൂക്ഷിച്ചാൽ മാത്രം പോരാ, നന്നായിട്ട് പഠിക്കുക. ഇനി നവോത്ഥാനം ശാസ്ത്രത്തിലും നവോത്ഥാനം ഉണ്ടായിട്ടുണ്ട്. സൂര്യനാണ് സൗരയൂഥത്തിൻ്റെ കേന്ദ്രമെന്നും ഭൂമി ഉൾപ്പെടെയുള്ള ഗ്രഹങ്ങൾ സൂര്യനെ പ്രദക്ഷിണം വെക്കുന്നുണ്ടെന്നും നമ്മൾ പഠിക്കുന്നുണ്ട് അല്ലേ. എന്നാൽ ഭൂമിയാണ് പ്രപഞ്ചത്തിൻ്റെ കേന്ദ്രം എന്ന ധാരണയായിരുന്നു മുൻകാലങ്ങളിൽ ഉണ്ടായിരുന്നത്. അപ്പോൾ പണ്ട് ഭൂമിയാണ് പ്രപഞ്ചത്തിൻ്റെ കേന്ദ്രം എന്ന് വിശ്വസിച്ചിരുന്നു. ഈ ആശയം തെറ്റാണെന്ന് തെളിയിക്കപ്പെട്ടത് നവോത്ഥാന കാലഘട്ടത്തിലാണ്. അപ്പോൾ ഈ ആശയം തെറ്റാണ് എന്ന് തെളിയിച്ചത് നവോത്ഥാന കാലഘട്ടത്തിലാണ്. കോപ്പർനിക്കസ് എന്ന ശാസ്ത്രജ്ഞൻ സൗരയുധ സിദ്ധാന്തം ആവിഷ്കരിക്കുകയും സൂര്യനാണ് സൗരയുധത്തിൻ്റെ കേന്ദ്രമെന്ന് സ്ഥാപിക്കുകയും ചെയ്തു. അപ്പോൾ കോപ്പർനിക്കസ് ആണ് സൗരയുധ സിദ്ധാന്തം കൊണ്ടുവന്നത്. അതിലൂടെ സൂര്യനാണ് സൗരയുധത്തിൻ്റെ കേന്ദ്രമെന്ന് അദ്ദേഹം സ്ഥാപിച്ചു. ഇതൊരു പക്ഷേ സയൻസിൽ നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും. ഗലീലിയോ ഗലീലി ടെലസ്കോപ്പ് വികസിപ്പിക്കുകയും അതിലൂടെ സൗരയുധ സിദ്ധാന്തം ശരിയാണെന്ന് തെളിയിക്കുകയും ചെയ്തു. അപ്പോൾ പരീക്ഷണത്തിലൂടെ അത് തെളിയിച്ചത് ഗലീലിയോയാണ്. അപ്പോൾ ആദ്യമായിട്ട് സൗരയുധ സിദ്ധാന്തം കൊണ്ടുവന്നത് കോപ്പർനിക്കസും അത് പരീക്ഷണത്തിലൂടെ ടെലിസ്കോപ്പ് ഉപയോഗിച്ച് അത് ശരിയാണെന്ന് തെളിയിച്ചത് ഗലീലിയോയുമാണ്. അപ്പോൾ ഗലീലിയോയുടെ ടെലസ്കോപ്പിൻ്റെ രൂപമാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. ദെൻ ഗുട്ടൻബർഗ് അച്ചടി യന്ത്രം കണ്ടുപിടിച്ചതോടെ നവോത്ഥാന ആശയങ്ങൾ കൂടുതൽ ജനങ്ങളിലേക്ക് വ്യാപിച്ചു. അപ്പോൾ അച്ചടി യന്ത്രം കണ്ടുപിടിച്ചത് ജോഹൻസ് ഗുട്ടൻബർഗ് ആണ്. ജോഹൻസ് ഗുട്ടൻബർഗ്, അദ്ദേഹത്തിൻ്റെ ചിത്രം ഇതാണ്. അദ്ദേഹം നിർമ്മിച്ച അച്ചടി യന്ത്രത്തിൻ്റെ ഒരു ചിത്രരൂപമാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. അപ്പോൾ അച്ചടിയുടെ കഥ 1439 ജർമ്മനിയിലെ ലോഹപ്പണിക്കാരനായിരുന്ന ജോഹൻസ് ഗുട്ടൻബർഗ് അദ്ദേഹമാണ് അച്ചടി യന്ത്രം കണ്ടുപിടിച്ചത്. മരം കൊണ്ട് നിർമ്മിച്ച ഇളക്കി മാറ്റാവുന്ന അക്ഷരങ്ങൾ ഉപയോഗിച്ചായിരുന്നു ആ യന്ത്രം നിർമ്മിച്ചത്. അച്ചടി യന്ത്രത്തിൻ്റെ കണ്ടുപിടുത്തം വായനയുടെ പുതിയ ലോകം തുറന്നു. നവോത്ഥാന കാലഘട്ടത്തിൽ മനുഷ്യരുടെ ആശയവിനിമയത്തിൽ ഇത് വിപ്ലവകരമായ മാറ്റങ്ങൾക്ക് കാരണമായി. ഗുട്ടൻബർഗിൻ്റെ അച്ചടി സാങ്കേതിക വിദ്യ ലോകത്തിൻ്റെ ഇതര ഭാഗങ്ങളിലേക്ക് വ്യാപിച്ചു. വിജ്ഞാനത്തിൻ്റെ വ്യാപനത്തിന് അച്ചടി യന്ത്രത്തിൻ്റെ കണ്ടുപിടുത്തം വലിയ സംഭാവനയാണ് നൽകിയത്. പുസ്തകങ്ങൾ അച്ചടിച്ച് വിതരണം ചെയ്യുമ്പോൾ അത് കൂടുതൽ എളുപ്പമാണ് അല്ലേ. പണ്ടൊക്കെ കൈയെഴുത്ത് പ്രതികൾ പകർത്തി എഴുതിയായിരുന്നു വിതരണം ചെയ്തിരുന്നത്. അപ്പോൾ അതൊക്കെ വളരെ ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. ഒരു കൃതിയുടെ പല വേർഷൻസ് ഒരിക്കലും നമുക്ക് ലഭ്യമാകാനും പാടായിരുന്നു. ഇനി മതനവീകരണം. നവോത്ഥാന ആശയങ്ങൾ മതരംഗത്തും സ്വാധീനം ചെലുത്തി. 16-ാം നൂറ്റാണ്ടിൽ യൂറോപ്പിലെ ക്രൈസ്തവ സഭയിലുണ്ടായ പരിഷ്കരണം മതനവീകരണം എന്നറിയപ്പെടുന്നു. അപ്പോൾ മതനവീകരണം എന്താണെന്ന് ചോദിച്ചാൽ 16-ാം നൂറ്റാണ്ടിൽ യൂറോപ്പിലെ ക്രൈസ്തവ സഭയിലുണ്ടായ പരിഷ്കരണമാണ് മതനവീകരണം. ഇത് ആരംഭിച്ചത് ജർമ്മനിയിലാണ്. മതനവീകരണം ആരംഭിച്ചത് ജർമ്മനിയിലാണ്. ഇതിന് നേതൃത്വം നൽകിയത് മാർട്ടിൻ ലൂതറാണ്. ഇതാണ് അദ്ദേഹത്തിൻ്റെ ചിത്രം. അപ്പം മതനവീകരണത്തിന് നേതൃത്വം നൽകിയത് മാർട്ടിൻ ലൂതറാണ്. ജർമ്മനിയിലാണ് ഇത് ആരംഭിക്കുന്നത്. ദെൻ എക്സ്പ്ലോറേഷനാണ്. സമുദ്രമാർഗങ്ങൾ തേടി. തുർക്കികൾ കോൺസ്റ്റാന്റിനോപ്പിൾ പിടിച്ചടക്കിയത് നാം മനസ്സിലാക്കിയതാണല്ലോ. ഇതേ തുടർന്ന് ഏഷ്യൻ രാജ്യങ്ങളും യൂറോപ്പും തമ്മിൽ നിലനിന്നിരുന്ന വ്യാപാര ബന്ധങ്ങൾക്ക് ഉലച്ചിൽ തട്ടി. ഇത് പുതിയ വാണിജ്യ മാർഗങ്ങൾ കണ്ടെത്താൻ യൂറോപ്യന്മാരെ നിർബന്ധിതരാക്കി. വടക്ക് നോക്കി യന്ത്രത്തിൻ്റെ കണ്ടുപിടുത്തവും സാഹസിക സഞ്ചാരത്തോടുള്ള താല്പര്യവും പുതിയ സഞ്ചാരമാർഗങ്ങളും സമുദ്രങ്ങളും വൻകരകളും മനുഷ്യന് പരിചിതമാക്കി. അപ്പോൾ കോൺസ്റ്റാന്റിനോപ്പിൾ അടച്ചപ്പോൾ സമയത്ത് പിന്നീട് അവർക്ക് കടൽ മാർഗം കറങ്ങി വരേണ്ടി വന്നു ഏഷ്യയിൽ. പക്ഷേ വടക്ക് നോക്കിയ യന്ത്രം കണ്ടുപിടിച്ചതും നാവികരുടെ സാഹസികത സ്നേഹവും അതിനോടുള്ള അമിതമായിട്ടുള്ള താല്പര്യവും അവരെ പുതിയ മാർഗങ്ങൾ കണ്ടുപിടിക്കാൻ, വാണിജ്യ ആവശ്യങ്ങൾക്ക് വേണ്ടി പുതിയ മാർഗങ്ങൾ കണ്ടുപിടിക്കാൻ പ്രേരിപ്പിച്ചു. ഇനി വ്യവസായ വിപ്ലവം, ഇൻഡസ്ട്രിയിലുണ്ടായ മാറ്റം. നവോത്ഥാനത്തെ തുടർന്ന് ശാസ്ത്രരംഗത്തുണ്ടായ പുരോഗതി പുതിയ യന്ത്രങ്ങളുടെ കണ്ടുപിടുത്തത്തിന് കാരണമായി. അപ്പോൾ പുതിയ യന്ത്രങ്ങൾ വരുമ്പോൾ വ്യവസായം എന്തായാലും വികസിക്കും അല്ലേ. യന്ത്രങ്ങൾ ഉൽപ്പാദന രംഗത്ത് വലിയ മാറ്റങ്ങൾ കൊണ്ടുവന്നു. ഇത് ഉൽപ്പാദനം 10 മടങ്ങ് വർദ്ധിക്കുന്നതിനും
ഉൽപാദന ചെലവ് കുറയ്ക്കുന്നതിനും ഇടയാക്കി. അതൊക്കെ നോർമലി നമുക്ക് അറിയുന്നതാണ് അല്ലേ. മനുഷ്യർ ചെയ്യുന്നതിനേക്കാൾ മെഷീൻസ് കൊണ്ട് ചെയ്യുമ്പോൾ സ്പീഡിന് നമുക്ക് കാര്യങ്ങൾ കിട്ടും, ചിലവും കുറവാണ്. ഇത്തരത്തിൽ ഉൽപാദന രംഗത്തുണ്ടായ മാറ്റങ്ങൾ വ്യവസായ വിപ്ലവം എന്ന പേരിൽ അറിയപ്പെടുന്നു. അപ്പോൾ ഉൽപാദന രംഗത്ത് മെഷീൻസ് ഉപയോഗിച്ചപ്പോൾ, യന്ത്രങ്ങൾ ഉപയോഗിച്ചപ്പോൾ ഉണ്ടായ മാറ്റം, അതിനെയാണ് വ്യവസായ വിപ്ലവം എന്ന് പറയുന്നത്. വ്യവസായ വിപ്ലവം ഇംഗ്ലണ്ടിലാണ് ആരംഭിച്ചത്. മതനവീകരണം ജർമ്മനിയിൽ, വ്യവസായ വിപ്ലവം ഇംഗ്ലണ്ടിൽ. ഇതേ തുടർന്ന് വാണിജ്യ രംഗത്ത് വലിയ മാറ്റങ്ങളുണ്ടായി. അപ്പോൾ വ്യവസായ വിപ്ലവ കാലത്തെ കണ്ടുപിടുത്തങ്ങളാണ് ഇത്. സ്പിന്നിങ് ജെന്നിയാണ്, സ്പിന്നിങ് ജെന്നി നെയ്ത്തിന് ഉപയോഗിക്കുന്നതാണ്. ദെൻ ആവിയന്ത്രം, സ്റ്റീം എഞ്ചിനാണ് ആവിയന്ത്രം. വ്യവസായ വിപ്ലവ കാലത്തെ പ്രധാനപ്പെട്ട കണ്ടുപിടുത്തങ്ങൾ ഇവിടെ കൊടുത്തിട്ടുണ്ട്, പഠിച്ചു വെക്കുക, ചോദിച്ചിട്ടുള്ളതാണ് കേട്ടോ. ഫ്ലൈയിങ് ഷട്ടിൽ ജോൺ കെയ്, ഫ്ലൈയിങ് ഷട്ടിൽ ജോൺ കെയ്. സ്പിന്നിങ് ജെന്നി ജെയിംസ് ഹാർഗ്രീവ്സ്, ജെയിംസ് ഹാർഗ്രീവ്സ്. ആവിയന്ത്രം നമുക്കറിയാം, ജെയിംസ് വാട്ട്, ആവിയന്ത്രം ജെയിംസ് വാട്ട്. ലോക്കോമോട്ടീവ് ജോർജ് സ്റ്റീവൻസൺ, ലോക്കോമോട്ടീവ് ജോൺ സ്റ്റീവൻസൺ. അപ്പോൾ ഇത് നന്നായിട്ട് പഠിച്ചു വെക്കുക. സോ നമ്മൾ ഈ ചാപ്റ്റർ 7ാം ക്ലാസ് ആയതുകൊണ്ട് തന്നെ കുഞ്ഞു ചാപ്റ്റേഴ്സാണ്. നമ്മൾ ഇത് പഠിച്ചു കഴിഞ്ഞു. ആദ്യം നമ്മൾ പറഞ്ഞു നവോത്ഥാനത്തിൻ്റെ തുടക്കം ഇറ്റലിയിലാണ്. പിന്നെ മാനവികത നവോത്ഥാനത്തിൻ്റെ പ്രധാന സവിശേഷതയാണെന്ന് നമ്മൾ പഠിച്ചു. സാഹിത്യം, കല, ശാസ്ത്രം, മതം എന്നീ രംഗങ്ങളിൽ നവോത്ഥാനം സ്വാധീനം ചെലുത്തി. കടൽ വഴിയുള്ള കച്ചവട പാതകൾ കണ്ടെത്താൻ ശ്രമിക്കുകയും അതുവഴി യൂറോപ്യന്മാർ പല ഭൂഖണ്ഡങ്ങളിലും എത്തിച്ചേരുകയും ചെയ്തു എന്ന് നമ്മൾ പഠിച്ചു. വ്യവസായ വിപ്ലവം ഉൽപാദന രംഗത്ത് മാറ്റങ്ങൾ സൃഷ്ടിച്ചു എന്ന കാര്യവും നമ്മൾ പഠിച്ചു. സോ നമ്മൾ ഈ ക്ലാസ് ഇവിടെ അവസാനിപ്പിക്കുകയാണ്. അപ്പോൾ ക്ലാസ് നന്നായിട്ട് കേട്ട് മനസ്സിലാക്കിയെന്ന് കരുതുന്നു. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിലൂടെ അറിയിക്കുക. തുടർന്നുള്ള ക്ലാസ്സുകളും കാണുക. ഈ ക്ലാസ്സുകൾ നിങ്ങൾക്ക് ഇഷ്ടമാകുകയാണെങ്കിൽ ലൈക്ക് അടിക്കുക. നിങ്ങളുടെ സപ്പോർട്ട് എപ്പോഴും നമുക്ക് ആവശ്യമാണ്, ഞാൻ നിരന്തരം പറയുന്ന കാര്യമാണ്. അപ്പോൾ നിങ്ങളുടെ സപ്പോർട്ട് അനുസരിച്ച് നമ്മുടെ ചാനലിൽ ഇനിയും നിങ്ങൾക്ക് ആവശ്യമുള്ള ഒരുപാട് ക്ലാസ്സുകൾ ലഭ്യമാകുന്നതാണ്. എല്ലാവർക്കും വിജയാശംസകൾ നേർന്നുകൊണ്ട് ഞാൻ നിർത്തുന്നു. ഗുഡ് ബൈ. ഉടനെ തന്നെ വീണ്ടും കാണാം.